കൂട്ടുകാർക്ക് നമസ്കാരം. കാസിംബായി ആണ്. അപ്പോഴേ നമ്മളിപ്പോൾ നല്ല അടിപൊളി വൈബുള്ള സ്ഥലത്താട്ടോ. ദാ നമ്മളെ കൂടെ പിള്ളേരും ഉണ്ട്. ഷിഫാന ഹായ് പറയൂ. ഷിഫാൻ ചിപ്പക്കുട്ടി, ഞങ്ങൾ 3 ആളും ഉണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കുറേ നാളിന് ശേഷം വീണ്ടും വന്നു കേട്ടോ. അടിപൊളി വൈബാണ്. ഒരു വൈകുന്നേര സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുന്ദരമായിട്ട് പോകാം. പിന്നെ വേറെ കുറച്ച് പഴങ്ങളൊക്കെ പറിക്കാനുണ്ട്. നമ്മുടെ പാവങ്ങളുടെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പറിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലടിച്ചപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞു പിള്ളേരെ നമുക്ക് പോയി പറിക്കാമെന്ന്. പിള്ളേർക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണല്ലോ. ചിപ്പു എന്ത് പറയണു? ഹായ് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് കയറിയെല്ലാം കണ്ടിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മലയാണ്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ ഞാനും പിള്ളേരും മല കയറി ഇങ്ങനെ പോവുക കേട്ടോ. ചിപ്പൂട്ടിയൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണ്. 1-ാം മല കയറി പോവേണ്ടേ, അവിടുന്ന് തലം കുത്തി ചാടേണ്ടേ. മിക്കവാറും തലം കുത്തി ചാടുന്ന ലക്ഷണമാണ് പോക്കെല്ലാം കണ്ടിട്ട്. ഇതിൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം ഉരുണ്ട് കെട്ടി വീഴുകയും ചെയ്തു ചിപ്പുകുട്ടി. അപ്പൊ ഇവിടെ ടവറൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുന്നിന്റെ പൊക്കത്ത് ടവർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഭാഗത്ത് നമുക്ക് റേഞ്ച് കിട്ടും. വേറെവരൊക്കെ നമുക്ക് വീട്ടിലൊക്കെ നല്ല റേഞ്ച് കേട്ടോ, 5G ഒക്കെ. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നാകും ചെയ്യും. ആ സമയത്തേക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ മടുത്തു പോകും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ടൈമിന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് അപ്ലോഡ് ആകൂല. അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും വീഡിയോ കൃത്യസമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. ടീച്ചറെ പടി ചൂരല്ല എന്നിട്ട് അതെന്തിനാ നിങ്ങളെ നിന്നെ അടിക്കണ്ടേ? നീയോ എൻ്റെ അമ്മ ഏറ്റവും കുർത്തക്കേടുള്ള സാധനമാണ് പറയുന്നത്. ഒരു വടി ഒക്കെ തന്നെ വേണം. പാർക്ക കുർത്തക്കേട് നിൽക്കില്ലേ ഉണ്ടാ? ആ ഒരെണ്ണം ഉപ്പ ഒരു വടി എടുക്കുന്നുണ്ട് നിനക്ക് കേട്ടോ തരാൻ. അങ്ങനെ ഞങ്ങൾ ഈ കുന്നിന്റെ പക്കത്ത് വന്നപ്പോഴേ ഈ ഒരു പഴം കണ്ടു. ഈ പഴത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? ഇതിന്റെ പറയുന്ന പേരാണ് പൂടപ്പഴം കേട്ടോ. ഞങ്ങൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ ഞങ്ങൾ വേലിയരിയിലൊക്കെ ഉണ്ടാവും, എല്ലാം പറിച്ചു തന്നു. പക്ഷെ പിള്ളേർ ഇതൊക്കെ അത്ഭുതത്തോടെ ചോദിച്ചത് ഇതെന്താന്ന്. പക്ഷെ ഇത് കഴിക്കൂട്ടോ പിള്ളേരെ. ഇതണ്ട ഇതിൻ്റെ ഉള്ളിൽ കണ്ടാണേ കാണിച്ചു തരാം. അതാ ചിപ്പൂനും ഇതാണ് പൂടപ്പഴം പഴുത്തത്. മതി രസമുണ്ടാ കേട്ടോ. നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ ഞങ്ങൾ വേലിയരിയിൽ നിന്നെല്ലാം വലിച്ചു പൊട്ടിച്ച് ഞങ്ങൾ പിള്ളേരെല്ലാം കഴിക്കുമായിരുന്നു കേട്ടോ. പൂടപ്പഴം എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, അതറിയില്ല. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഇതാണ് പഴുത്ത 1-2 കിട്ടിയിട്ടുള്ളൂ. കണ്ടില്ലേ മഞ്ഞ പഴം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കാണിച്ചു തരാവേ. എന്താ ഇതാണ് ഗൈസ്, ഇതാണ് പഴം. കണ്ടാ തിന്നു നോക്കി ഞങ്ങള്. രസം നല്ല രസം തിന്നാണ്. ഇവരാദ്യമായിട്ട് കഴിക്കുന്ന രസല്ലേ? നമ്മുടെ പാഷൻ ഫ്രൂട്ട് പോലെ. അങ്ങനെ ഞങ്ങൾ പൂടപ്പഴമൊക്കെ കുറെ കിട്ടിയതെല്ലാം കഴിച്ചോണ്ട് കുറെ നേരം കൂടി കുന്നുംപുറത്ത് ഇരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ സമയം കഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പ്രകൃതി തരുന്ന ഭക്ഷണമല്ലേ, നേരിട്ട് തരുന്ന ഭക്ഷണമാണ് ഇതൊക്കെ. കുട്ടികൾക്ക് ഈ കാലത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മളെ മക്കളൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടോ കാണുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ പഴങ്ങള് പൂക്കള് ഒക്കെ പ്രകൃതിയിൽ നിന്നുള്ളത് കാണാൻ നല്ല ഭംഗിയാണ്. കാലത്തിന്റെ ചൂടുകൾ കൊണ്ട് ഇതെല്ലാം മാഞ്ഞു പോവുകയാണ് കേട്ടോ. ഇനിയും വരും കാലങ്ങളിൽ ചിലപ്പോ ഇനി ഈ കുന്നുണ്ടാവില്ല. ഇങ്ങനെ ഇതെല്ലാം മറിഞ്ഞ് ഇവിടെ വീടുകൾ വരും. അങ്ങനെ കാലഘട്ടം ഇതെല്ലാം മാറി പോയിക്കൊണ്ടിരിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഫ്ലവർ കണ്ടോ, വെള്ള പൂക്കള് അതിങ്ങനെ പൂത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് പതുക്കെ കുന്നിറങ്ങി പോവുക കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കും കുറെ സന്തോഷമായി കേട്ടോ. നോക്കിയാൽ ഞങ്ങൾ ഒരുപാട് പുല്ലുകൾ ചെത്തിക്കൊണ്ട് വരുന്ന സ്ഥലമായിരുന്നു കണ്ടത്. ഇവിടെ പിന്നെ ഉമ്മയാണെ പശുവിനെ തീറ്റിക്കാൻ വരും. അതുപോലെ തന്നെ ഒരു 1-2-3 കെട്ട് പുല്ലൊക്കെ സുഖമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം പുല്ല് കരിഞ്ഞു തുടങ്ങി കേട്ടോ. കാരണം വേനലിൽ കടുത്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ഈ കുന്നുംപുറത്തൊക്കെ. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ പ്രധാന ലക്ഷ്യം ഇത് തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ പാവങ്ങളുടെ ആപ്പിളായ
ഈ കശുമാങ്ങപ്പഴം പറിക്കാൻ വേണ്ടി. ഇതിന് പല നാട്ടിൽ പല പേര് പറയും. ഞങ്ങളുടെ നാട്ടിൽ കശുമാങ്ങ എന്ന് പറയും, പിന്നെ പറങ്കി മാങ്ങ എന്നൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞങ്ങള്. അപ്പൊ പാവങ്ങൾ ആപ്പിൾ ഇതാ ഷിഫാന എടുത്തു. ഇതാ ആ അണ്ടികളാ, അണ്ടി അവിടെ എടുത്തിട്ട്. പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഞെക്കിയിട്ട് ചുമ്മാ നാക്കൂട്ടോ. അതെന്തിനാ പറയുക, പുഴുണ്ട് പുറത്ത് വരാണ് അയാളെ. അപ്പോൾ പുഴു ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരുന്നതാണ് പറഞ്ഞേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ കീറി നോക്കുവേ. നമുക്ക് പുഴു ഉണ്ടോ നോക്കട്ടെ ഗെയ്സിൻ്റെ നമുക്ക് തിന്നാവേ. ഓ വെള്ളം വരുന്നുണ്ടോ? യാ ഇല്ല ഫ്രഷ് ആട്ടോ. യാ ഇങ്ങോട്ട് കാണിക്കും സിഫാന. കട്ടാക്ക് കിട്ടിയതാ. എൻ്റെ കയ്യിൽ 2 ഉണ്ട്, സിഫാനേൻ്റെ എടുത്തിട്ടുണ്ട്, സിഫമാൻ്റെ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നല്ല അടിപൊളി ഉപ്പും മുളകൊക്കെ ഇട്ട് പെരട്ടി അടിക്കാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കൂട്ടുകാരെ ഞങ്ങള് വീട്ടിലോട്ട് നമ്മുടെ കശുമാങ്ങ കൊണ്ടുവന്ന് കുഞ്ഞായിട്ട് കഷ്ണാക്കി മുറിച്ച് അയ്യത്തോട് കുറച്ച് ഉപ്പും കുറച്ച് മുളകും ഇട്ട് നന്നായി തിരുമ്പി പിടിപ്പിച്ച് നല്ല തട്ടിട്ടോ. ചിലപ്പോ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല പഴുത്തണൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കുറച്ച് പഴുത്തും കുറച്ച് പഴുക്കാത്ത എല്ലാം കൂടി കൂടിയിട്ടുള്ളായിരുന്നു കേട്ടോ. മാത്രമല്ല നമ്മൾ ഇതിന് നീരെടുത്തിട്ട് നമ്മൾ പണ്ടൊക്കെ മുട്ടായി ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അതൊക്കെ ഒരു കാലം. അപ്പൊ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ കാസിം കെ എം എന്ന് പറഞ്ഞ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ടാറ്റാ.